തരമാറ്റിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നന്ദുവിനെ അല്ലാതെ താൻ ആരെയും വിവാഹം കഴിക്കില്ല എന്ന് അനി ഉറക്കെ പ്രഖ്യാപിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കഥയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ വിഷമസന്ധിയായ അനിയുടെ സ്വപ്നം തന്നെയാണ്. അതായത് വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് വേണുവും മകളും ഭാര്യയും വന്നിരിക്കുകയാണല്ലോ. ഇതേ സമയമാണെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാനായിട്ട് പറയുന്ന ആ സമയം തന്നെയാണല്ലോ നമ്മുടെ നന്ദു അവിടേക്ക് എത്തുന്നത്. ഇതേ സമയം മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഈ വിവാഹ നിശ്ചയം ഇപ്പോൾ നടത്താനായിട്ട് സാധിക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. നിയമമൊക്കെ അറിയാവുന്നതല്ലേ നിങ്ങൾക്ക്, പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ജാനകിയും ജലജയാണെങ്കിൽ പറയുകയാണ്, ഇത് ഇവളുടെ പദ്ധതിയുടെ ഭാഗമായിരിക്കും, ഇവൾ ഒറ്റൊരുത്തി ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം നന്ദു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെയോ നിങ്ങളുടെ മകനെ പോലെയോ അല്ല എന്ന് ജലജയോട് പറയാണ്. നിങ്ങൾ എന്ത് നെറുകെട്ട കളിയും കളിക്കും, പക്ഷെ ഞാൻ അതുപോലെയല്ല. അത് ഓർത്ത് വേണം എന്നോട് സംസാരിക്കാൻ, എന്നോട് പെരുമാറാനെന്ന് നന്ദു പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ ജാനകിയും പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ കൃത്യം ഈ വിവാഹ നിശ്ചയം നടക്കുന്ന വേളയിൽ നീ എന്തിനു വന്നു എന്ന് ചോദിക്കുകയാണ്. പരാതി കിട്ടി, എനിക്കെൻ്റെ നിയമം, എൻ്റെ ഈ യൂണിഫോമിന് പാലിക്കേണ്ട ചില കർത്തവ്യങ്ങളുണ്ട്, അത് പാലിച്ചേ മതിയാവുകയുള്ളൂ. അല്ലാതെ എത്ര വലിയ കോടീശ്വരായാലും ഇങ്ങനെ തടവി നിൽക്കേണ്ട ആവശ്യമൊന്നും തനിക്കില്ല. താൻ നിയമം പാലിക്കാത്തവരോട് ഉടനടി മുഖം തിരിക്കാതെ നടപടിയെടുക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നു. ഇതേ സമയം ജലജ പറയാണ്, അല്ലെങ്കിലും നിനക്കിഷ്ടപ്പെടാത്തവരെയല്ലേ നീ കൂടുതൽ ശിക്ഷിക്കാറ് എന്ന് പറയുമ്പോൾ, തെറ്റ് ചെയ്യുന്നവരെയാണ് ഞാൻ ശിക്ഷിക്കാറ്, അല്ലാതെ എനിക്കിഷ്ടപ്പെടാത്തവരെ ഇഷ്ടപ്പെടുന്നവരെ ഒന്നുമല്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം നിൻ്റെ നമ്പറൊന്നും ഇവിടെ എടുക്കണ്ട, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പൊക്കോ, അതാണ് നിനക്ക് നല്ലത് എന്ന് പറയാണ്. അത് കേട്ട നന്ദു പറയുന്നുണ്ട്, വിവാഹ നിശ്ചയം എന്തായാലും നടക്കില്ല എന്ന് പറയുമ്പോൾ, അത് നിയമം സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നവീൻ ഇണങ്ങി പറയാണ്, അതെ ഞാനും കുറച്ചൊക്കെ നിയമം പഠിച്ചതാ എന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ ഇത് തെറ്റാണെന്ന്. പിന്നീട് വിവാഹമോചനത്തിന് അനി ചെല്ലുമ്പോൾ ആ കേസ് അനാമികയിലേക്ക് പയ്യെ വഴുതി വീഴും. ഒടുവിൽ വലിയ പരാജയമായിരിക്കും അനിയുടെ ഭാഗത്ത് സംഭവിക്കാൻ പോവുക. അനിക്ക് വിവാഹമോചനമൊന്നും ലഭിക്കുകയുമില്ല. അതുകൊണ്ട് ഇവർക്ക് വലിയ നഷ്ടപരിഹാര തുകയൊക്കെ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വാക്ക് കേൾക്കാം, പക്ഷെ എന്തായാലും വിവാഹ നിശ്ചയം നടത്താൻ ഇപ്പോൾ സമ്മതിക്കില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം ജാനകിയും ജലജയും ഉറഞ്ഞു തുള്ളുകയാണ്. ഇവിടെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്, നന്ദു പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന്. ഈ ബന്ധം എന്ത് ചെയ്യണം, മുന്നോട്ടൊക്കെ കൊണ്ടുപോകാം. അതിനു മുമ്പ് തന്നെ ഇവളെ ഉപേക്ഷിച്ച് ഇവളുമായിട്ടുള്ള എല്ലാ ഇടപാടും തീർത്തതിന് ശേഷം ഇനി നിശ്ചയവും കാര്യങ്ങളൊന്നും വേണ്ട, ഉടനടി കല്യാണം മാത്രം മതി എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അതുതന്നെയാണ് മുത്തശ്ശ ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. അങ്ങനെ വേണുവിനോടും ഭാര്യയോടും കടന്നു പോയിക്കൊള്ളാനായിട്ട് പറയുകയാണ്. അങ്ങനെ അവർ പോകുന്നുണ്ട്. നന്ദുവിനോട് പോവാൻ കനക പറയുന്നു. ഗോവിന്ദനും കനകയും തലതാഴ്ത്തി നിൽക്കുന്നു. ഇതേ സമയം അവരും പയ്യെ മടങ്ങുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നന്ദുവിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും നിൽക്കേണ്ടതില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. നന്ദുമോൾ ചെയ്തതും പറഞ്ഞതും ശരി തന്നെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശനും അത് ശരിവെക്കുമ്പോൾ അവർ ആശ്വാസത്തോടെ പോകുന്നുണ്ട്. ഇവിടെ ജാനകി പറയുന്നുണ്ട്, കണ്ടില്ലേ അവൾ കരുതി കൂട്ടി വന്നതാ, എൻ്റെ മകനെ ഒരു കണക്കിനും ജീവിക്കാനായിട്ട്, രക്ഷപ്പെടാനായിട്ട്, വേറൊരു വിവാഹം കഴിക്കാനായിട്ട് അവൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ, അതെ അവൾ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതല്ലേ, പിന്നെയും ഇനി അതിനെക്കുറിച്ച് ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല മോളെ. നിനക്ക് ആഗ്രഹിച്ച പയ്യനെ തന്നെ നിനക്ക് തന്നെ കിട്ടും, അതിന് കുറച്ച് സാവകാശം ഉണ്ടെന്ന് പറയുമ്പോൾ അവന്തികയ്ക്ക് നല്ല പണി തന്നെ കിട്ടുന്നുണ്ട്.
ഇവിടെ പെട്ടെന്ന് തന്നെ അനി ഞെട്ടി ഉണരുകയാണ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരു മായ സ്വപ്നമായിരുന്നു. അനിയാണെങ്കിൽ ദേവയാനി വിളിക്കുമ്പോൾ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട്, വിവാഹ നിശ്ചയം മുടങ്ങിയോ എന്ന്. എന്താ മോനെ നീ പറയുന്നത്? വിവാഹ നിശ്ചയം മുടങ്ങിയേ? നീ വേഗം എഴുന്നേറ്റേ, ദേ കോഫി കുടിച്ചേ, പെട്ടെന്ന് തന്നെ റെഡിയായേ. അവന്തിക മോൾ ഒരുങ്ങാനായിട്ട് പോയിരിക്കുകയാണ്, വിവാഹ നിശ്ചയം ഇപ്പോൾ നടക്കാനായിട്ട് പോവുകയാണ്, പെട്ടെന്നാവട്ടെ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം അനിയാണെങ്കിൽ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വിവാഹ നിശ്ചയം വേണ്ട, വിവാഹം വേണ്ട, തനിക്കൊന്നും വേണ്ട എന്ന് മുത്തശ്ശനെ അറിയിക്കാനായിട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം ആദ്യം തന്നെ ആദർശിനെയും നയനെയും വിളിക്കുന്നു. എൻ്റെ ജീവിതം എന്തിനാണ് എല്ലാവരും കൂടി എപ്പോഴും ഇങ്ങനെ തകർത്ത് കളയുന്നത്? അതിൻ്റെ ആവശ്യകത എന്താണ്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും സങ്കടങ്ങൾ വരുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, നീ ഇത് എന്തിനുള്ള പുറപ്പാടാണ്? ഇനി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത്, അത് മുത്തശ്ശനെ ഒരുപാട് വിഷമിപ്പിക്കും, വേദനിപ്പിക്കും എന്ന് പറയുമ്പോൾ ആദർശേട്ടാ, ഞാൻ ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടി ചെയ്യുന്നതല്ല. എൻ്റെ ജീവിതം ഇനിയും എനിക്ക് നശിപ്പിച്ച് കളയാനായിട്ട് പാടില്ല, സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ചൊരു തീരുമാനം അറിഞ്ഞേ മതിയാവുകയുള്ളൂ. എനിക്ക് അവന്തികയെ ഒരിക്കലും വിവാഹം കഴിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല എന്ന് പറയണം. ആദർശേട്ടനും ഏട്ടത്തിയും എൻ്റെ കൂടെ വാ, എനിക്ക് മുത്തശ്ശനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കൂട്ടത്തിൽ എല്ലാവരോടുമായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും മുൻപിൽ അനി ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ വിവാഹ നിശ്ചയത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. രണ്ടാമത്തെ വിവാഹമാണെൻ്റെ. ഈ 2 വിവാഹത്തിലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ വിവാഹത്തിൽ എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് വിചാരിക്കാം, പക്ഷേ ഈ വിവാഹത്തിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല, ഇതിനോട് താല്പര്യവുമില്ല. എന്നെ ഇതിന് നിർബന്ധിക്കരുത്. അവളെ എനിക്ക് സഹോദരിയല്ലാതെ വേറെ ആരുമായി കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ മനസ്സിൽ എന്താണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുകയാണ്, എൻ്റെ മനസ്സ് കീഴടക്കിയ ഒരേ പെൺകുട്ടിയുള്ളൂ. കോളേജിൽ പഠിക്കുമ്പോഴൊന്നും എനിക്കൊരു പ്രണയവും ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സ് കീഴടക്കിയ ആ പെൺകുട്ടി നന്ദു തന്നെയാണ്. എനിക്ക് നന്ദുവിനെ വല്ലാത്ത ഇഷ്ടമാണ്, അവളോട് എനിക്ക് വല്ലാത്ത പ്രണയമാണ് എന്ന് പറയുന്നു. കൂടാതെ തന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല എന്ന് നമ്മുടെ അനി ആ ഉറച്ച തീരുമാനമെടുക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയം നമ്മുടെ ജാനകിയാണെങ്കിൽ ഉറഞ്ഞു തുള്ളാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനി പറയുന്നുണ്ട്, എനിക്ക് വേറെ ആരെയും വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, വേറൊരു വിവാഹത്തിനും എനിക്ക് താല്പര്യവുമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് ശ്രദ്ധിക്കുക.